ഇപ്പോൾ ഷെറിൻ്റെ കേസ് പക്ഷേ ആഭ്യന്തരമായി തന്നെ ഇന്ത്യക്കകത്ത് ഇന്ത്യൻ നിയമങ്ങൾക്കകത്ത് തന്നെ സവിശേഷമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രാഷ്ട്രീയക്കാരും പോലീസും ജയിലധികൃതരും തമ്മിലുള്ള ഒരു നെക്സസ് ഉണ്ട്, വലിയ തോതിലാണ്. ഇപ്പോൾ നമ്മുടെ ജയിലുകൾക്കകത്ത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏത് കുറ്റവാളി രക്ഷപ്പെടണമെന്നും ശിക്ഷിക്കണമെന്നും പലപ്പോഴും നമ്മുടെ മീഡിയയിൽ വലിയ ബഹളമൊന്നും വന്നില്ലെങ്കിൽ രാഷ്ട്രീയക്കാർ തീരുമാനിക്കും ആരെ അറസ്റ്റ് ചെയ്യണം. പലപ്പോഴും ഓർമ്മയില്ല, ഇപ്പോൾ കണ്ണൂരിലൊക്കെ നടക്കുന്ന കൊലപാതക കേസുകളിൽ യഥാർത്ഥ പ്രതികൾ എന്നും പുറത്തായിരിക്കും. പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരം FIR ഇടുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് യഥാർത്ഥത്തിൽ ഈ കൊട്ടേഷന്റെ ഈ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്തം ഒരു കൊട്ടേഷൻ പോലെ കൊടുക്കുകയാണ്. എന്നിട്ട് അവരുടെ വീട്ടുകാര്യങ്ങൾ പാർട്ടി നോക്കുമെന്ന് ഏൽക്കുന്നു. പലപ്പോഴും നോക്കിയില്ല എന്നുള്ള പരാതി വരുന്നുണ്ട്. നോക്കിയില്ല എന്ന് പരാതി പറഞ്ഞാൽ അവരെയും തട്ടിക്കളയും. അത്തരത്തിലുള്ള ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. ഒന്ന് രാഷ്ട്രീയക്കാരും പോലീസും തമ്മിലുള്ള ബന്ധം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ PP ദിവ്യയുടെ കേസിൽ കണ്ണൂരിലെ പോലീസ് കളിച്ച കളികൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടതാണ്. അതൊന്ന്. രണ്ടാമത്, ഇനിയിപ്പോൾ ഒരു പ്രതി ജയിലിലായാൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ കൊടിസുനി ഉൾപ്പെടെയുള്ള ഭീകരന്മാരായ കുറ്റവാളികൾ, സ്ഥിരം കുറ്റവാളികൾ, ആ കുറ്റവാളികൾ ജയിലിൽ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ ആലോചിച്ചു. TP ചന്ദ്രശേഖരൻ കൊലക്കേസ് ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികൾ, ഇപ്പോൾ ഇവിടെ ഈ ദിലീപിൻ്റെ കേസിൽ ഉൾപ്പെടെയുള്ള പ്രതികൾക്കൊക്കെ കിട്ടുന്ന സൗകര്യങ്ങൾ. അപ്പോൾ ഈ പണം മാത്രമല്ല, പണവും സ്വാധീനവും നമ്മുടെ പോലീസിനെ മാത്രമല്ല ജയിലിനെയും വലിയ തോതിൽ സ്വാധീനിക്കുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.